സുഹൃത്തുക്കളെ, ഇന്നൊരു ശകലം നല്ല മത്തി കിട്ടി കേട്ടോ. ഒത്തിരി ദിവസം കൂടിയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിക്കാം. ഇത് മത്തി വെട്ടി പാകപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതിനകത്തെ പനിഞ്ഞിലൊക്കെയാണിത്. പിന്നെ അതിന് ഇപ്പോഴത്തെ മത്തിയുടെ വില കൂടുതൽ കൊണ്ടേ പലരും പറഞ്ഞു നല്ലതാണ് സാധനം, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരീക്ഷണമാണ് അത്. അതിൻ്റെ തലഭാഗമാണ്, അത് നല്ല ഫ്രഷായിട്ട് വെട്ടി കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് പൊരിച്ചെടുക്കാനാണ്. പിന്നെ ഒരു 3-4 കഷ്ണം മത്തി അത്. അപ്പോൾ അത് പൊരിച്ചെടുക്കാനാണ്. അതിൻ്റെ അരപ്പ് ഞാൻ പുരട്ടിയില്ല, അത് പിന്നീട് കാണിക്കാം. അപ്പം നമ്മൾ മത്തി പറ്റിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. ഇതാണ് മത്തി പറ്റിച്ചെടുക്കുന്നതിന് വേണ്ട സാധനങ്ങളൊക്കെ. നല്ല ചെറിയ കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാന്താരി മുളക് ഇല്ലാത്തവർക്ക് പച്ചമുളക് എടുക്കാം. അതിങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ ഇത് കുടംപുളി, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, തേങ്ങ, കറിവേപ്പില. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഈ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും സാധനം നമ്മൾ മിക്സിക്കകത്തോട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കും. അതിനുശേഷം ഈ വെച്ചിരിക്കുന്ന തേങ്ങയുടെ പകുതിയും കൂടെ അതിനകത്തോട്ടിട്ട് ഒന്ന് കറക്കിയെടുത്ത് ഒന്ന് ഒത്തിരി അരഞ്ഞു പോകരുത്, ആ പരുവത്തിലാക്കിയെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ കറിച്ചട്ടി അടുപ്പിൽ വെച്ച് തീ കത്തിക്കുന്നു. സ്വല്പം എണ്ണ ഒഴിക്കുന്നു. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാന്താരി അത് അതിനകത്തോട്ടിട്ടൊന്ന് വഴറ്റും. കടുകിൻ്റെ ആവശ്യമില്ല. അതിട്ട് വഴറ്റിയതിന് ശേഷം ഈ അരച്ചെടുത്ത അരപ്പ് അതിനകത്തോട്ടിട്ടൊന്ന് ചൂടാക്കുകയാണ്. ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ തന്നെ കരിവേപ്പിലയും അതിനകത്തോട്ടിട്ട് ചൂടാക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അതും ഈ അരപ്പിലോട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി അരപ്പെല്ലാം ഒന്ന് യോജിപ്പിച്ച് പുളിയും ഇട്ട് മീനും ഇട്ട് ഇളക്കി റെഡിയാക്കി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർക്കണം. അതിനുശേഷം ആ സൈഡിലോട്ട് നമ്മൾ ഈ മീനകത്തെ പനിഞ്ഞലും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു സൈഡിലായിട്ട് മാത്രം ഇട്ട് എടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും വെള്ളവും എല്ലാം ചേർത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് വറ്റിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറ്റിക്കലായിരിക്കും. ആ മീൻ 2 ദിവസം നമുക്ക് വെളിയിൽ വെച്ചാൽ പോലും, ഫ്രിഡ്ജിലൊന്നും പിന്നെ ബാക്കി കൂട്ടിയാലും ബാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെളിയിലിരുന്നാൽ പോലും അത് ഒരിക്കലും കേടാകത്തില്ല. 2-3 ദിവസവും വെളിയിലിരിക്കാം. കാരണം നമ്മൾ ഈ അരപ്പ് മൊത്തം ഒന്ന് ചൂടാക്കി എല്ലാം ഇങ്ങനെ എടുത്ത് റെഡിയാക്കി വെക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതിന് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഈ വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളിയും കൂടെ മിക്സിക്കകത്തോട്ട് ഇടുകയാണ്. അതങ്ങനെ ഇട്ട് മിക്സിയിലോട്ടൊന്ന് വെച്ചൊന്ന് കറക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് 3ഉം കൂടെ ഒന്ന് കറക്കിയെടുത്തു. അതിനുശേഷം ആവശ്യം നമ്മൾ ചേർക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന തേങ്ങയുടെ പകുതി തേങ്ങ അതിനകത്തോട്ട് ഇടുക. പകുതി തേങ്ങ ഇടുക. അതിൻ്റെ കൂടെ നമ്മൾ അതിനാവശ്യമായ മഞ്ഞൾപ്പൊടിയും അങ്ങോട്ടിടുക. അത് വീണ്ടും ഒരൊറ്റ കറക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ ആ പറഞ്ഞ ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് കറക്കിയെടുത്തു. അത് ഈ ഒരു മോഡലിൽ മതി. ഒത്തിരി അരഞ്ഞു പോകരുത്. ഒന്ന് ചതച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കുന്ന പരുവത്തിൽ എടുക്കാവുള്ളൂ. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം ആ കാന്താരി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടുക. ഒന്ന് വഴന്നു, ആ പച്ച നിറമൊക്കെ ഒന്ന് പോയി അതൊന്ന് വഴന്നു വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ഇടുക. അരപ്പൊന്ന് ഇളക്കി കഴിഞ്ഞ് ബാക്കി നമ്മൾ കരുതി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുക. അപ്പോൾ ഇത് അതുമായിട്ടൊക്കെ നല്ലതായിട്ട് മിക്സായി അരപ്പിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക.
തേങ്ങ ഇങ്ങനെ ഒന്ന് വഴന്ന് വരുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ദിവസം 2 ദിവസം ഇരുന്നാലും കറിക്ക് നല്ല ടേസ്റ്റ് കൂടി വരത്തേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ മിക്സിക്കകത്തോട്ട് തന്നെ അതിനാവശ്യമായ വെള്ളം, അരപ്പും എല്ലാം കൂട്ടിയുള്ള വെള്ളം ചേർക്കുക. പാകത്തിനുള്ള പുളി ഇടുക. മത്തി അതിലേക്ക് ഇടുക. എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് കൂട്ടി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും ഉപ്പുപൊടിയും കൂടെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇച്ചിരി വെള്ളം മയം വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്തോളുക. ഉപ്പും പാകത്തിന് ഉപ്പും ചേർക്കുക. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മത്തിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പനിഞ്ഞലും ഒക്കെ ഉണ്ടല്ലോ, സൈഡ് കണ്ടിട്ടാൽ മതി. അതായിരിക്കും നമുക്ക് വിളമ്പാനും എല്ലാം. ഇങ്ങനെ ഒരു സൈഡ് കണ്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഈ അരപ്പേന്നൊരു സ്വല്പം എടുത്ത് അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെക്കുക. അപ്പോൾ അതിൽ നല്ല ഉപ്പും പുളിയും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കും. നമ്മളിത് വറക്കാറുണ്ടല്ലേ? ഇത് വറക്കുകയും ചെയ്യാം. ഇത് നമ്മൾ അത് വറക്കുന്ന കൂട്ടത്തിൽ ആ അരപ്പ് തന്നെ ഇതേ കുറച്ച് തൂത്തും എടുത്ത് വെച്ചാൽ നമുക്ക് വറുത്തും കഴിക്കാൻ പറ്റും. അത് ഏറ്റവും നല്ലതാണ്. മത്തിക്കകത്തെ ഒരു സാധനവും ഇതുപോലെ പനിഞ്ഞിലെ അതിൻ്റെ എന്നാ വെളുത്തിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനെന്തായിരുന്നു പേര് പറയുന്നത്, ഞാനത് മറന്നുപോയി. ആ സാധനം അതെല്ലാം കൂടെ കൂട്ടിയാണ് നല്ല ടേസ്റ്റാണത് കഴിക്കാൻ. അപ്പോൾ ഇത് ഒന്ന് തിളച്ച് നല്ല തീയിലിട്ടൊന്ന് തിളച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കണം. കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ റെഡിയായി. നമ്മുടെ മീനൊന്ന് തുറന്ന് നോക്കാം. ആയിട്ടല്ലോ എല്ലാം നല്ല പാകത്തിലായി പറ്റി ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേലിലോട്ട് നമുക്കൊരു 2 തുള്ളി വെളിച്ചെണ്ണ ഇങ്ങനെ അത്ര ഒരു ശക്കലം വേണ്ടി ആ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അതൊഴിച്ച് ഒന്ന് മൂടുക. 1 മിനിറ്റ് പോലും വേണ്ട, ഉടൻ തന്നെ അത് ഓഫ് ചെയ്തേക്കുക. മത്തി വറ്റിച്ചത് റെഡിയായി. ഇനി നമുക്ക് ചൂടോടെ വേണേൽ കൂട്ടാം, തണുത്ത് കഴിഞ്ഞ് കൂട്ടാം, നാളെയും കൂട്ടാം. അടിപൊളി. സുഹൃത്തുക്കളെ, ഇത് കണ്ടോ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, മത്തിയുടെ തല വറുത്ത് നല്ല പൊരിച്ചങ്ങോട്ട് എടുത്തിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ സാമ്പിളൊന്ന് നോക്കി. ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള സാധനം അല്ലായിരുന്നു. പക്ഷേ ഇപ്പം നല്ല ഫ്രഷ് മത്തി കിട്ടിയത് കൊണ്ട് അത് എടുത്തതാണ്. ഇപ്പോഴത്തെ മത്തിയുടെ വിലയ്ക്ക് നമ്മളത് കളയാൻ പാടില്ല. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇങ്ങനെ തല ശരിക്ക് നമ്മൾ വെട്ടുന്ന കൂട്ടത്തിൽ അത് കണ്ടിച്ചെടുത്തിട്ട് നല്ലോണം ഒലച്ചെടുക്കണം. അതിൻ്റെ ചെകിള കളഞ്ഞിട്ട് നല്ലോണം ഒലച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ വറക്കാൻ ഉപയോഗിക്കുന്ന സാധനം എല്ലാം കൂടെ ഉള്ളി, ഇഞ്ചി, കരിയാപ്പില, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി, ഇത്രയും സാധനവും കൂടെ പേസ്റ്റാക്കി സ്വല്പം അങ്ങോട്ട് പുരട്ടി ഒരു 1/2 മണിക്കൂർ നേരം വെച്ചേക്കണം. അതിന് ശേഷം സ്വല്പം എണ്ണ ഒഴിച്ചാൽ മതി. നമ്മൾ വറുത്തെടുത്ത് നല്ല പൊരിഞ്ഞെടുത്ത് നല്ല ടേസ്റ്റാണ്. മത്തിയുടെ മറ്റു ഭാഗം മത്തി നമ്മൾ ദശകൊല്ലണം കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഓക്കെ.